നമസ്കാരം. ശുചീകരണ തൊഴിലാളി ജോയിയുടെ അപകട മരണത്തിന് പിന്നാലെ ആമയിഴഞ്ചാൻ തോട് ഉൾപ്പെടെയുള്ള ചെറുതോടുകൾ പൂർണ്ണമായും ശുചീകരിക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. വലിയ പ്രതിഷേധങ്ങൾക്ക് ഒടുവിലാണ് സംസ്ഥാന സർക്കാരിന്റെയും കോർപ്പറേഷന്റെയും ഈ ഒരു നിലപാട്. മുഖ്യമന്ത്രിയുടെ ഉന്നതതല യോഗത്തിലാണ് വ്യാഴാഴ്ച തീരുമാനമെടുത്തത്. മാലിന്യ നീക്കത്തിന് റെയിൽവേയുടെ സഹകരണവും സർക്കാർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സബ് കളക്ടർക്കാണ് ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതല. ജോയിയുടെ അമ്മയ്ക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും വി ശിവൻകുട്ടി കേന്ദ്രത്തിനോട് നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. അതായത് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിനോട് നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചിട്ടുണ്ട്. മേലധികാരികളോട് ചോദിച്ചിട്ട് മറുപടി നൽകാമെന്ന് DRM പറഞ്ഞിട്ടുണ്ട്. ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ ബണ്ട് കെട്ടി വെള്ളം വറ്റിച്ച് നൽകാമെന്ന് റെയിൽവേ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇറിഗേഷൻ വകുപ്പുമായി ചേർന്ന് ആലോചന നടത്തിയാകും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. കൂടാതെ ആമയിഴഞ്ചാൻ തോടിന്റെ കരകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ സ്ഥാപിക്കാനും യോഗത്തിൽ തീരുമാനമാകുന്നുണ്ട്. നഗരസഭ സ്ഥാപിക്കുന്നത് AI ഉൾപ്പെടെ 50 ക്യാമറകളാകും മാലിന്യം വലിച്ചെറിയുന്നത് തടയാൻ സ്ഥാപിക്കുക. നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. നഗരത്തിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ മേൽനോട്ടവും സുഗമമായ നടത്തിപ്പിനും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിലെ വകുപ്പുകൾ ഉപയോഗപ്പെടുത്തും. ജില്ലാ കളക്ടറുടെ മേൽനോട്ടത്തിൽ സബ് കളക്ടറുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള സ്പെഷ്യൽ ഓഫീസറായി ചുമതലപ്പെടുത്തുന്നുണ്ട്. മേയർ, ഇറിഗേഷൻ കോർപ്പറേഷൻ, റെയിൽവേ എന്നിവർക്കായിരിക്കും ഇതിന്റെയൊക്കെ ഏകോപന ചുമതലകൾ ഉണ്ടാകുക. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലൂടെ ഒഴുകുന്ന 130 മീറ്റർ നീളമുള്ള ടണൽ ശുചീകരിക്കണമെന്ന് ഇന്ത്യൻ റെയിൽവേയോട് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ട്രെയിനുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗം ആഴ്ചയിലൊരിക്കൽ പരിശോധന നടത്തണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ റെയിൽവേ തന്നെ വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. റെയിൽവേയുടെ വേസ്റ്റുകളെല്ലാം തന്നെ ഒരു കാരണവശാലും ആമയിഴഞ്ചാൻ തോടിലേക്ക് വരുന്നില്ല എന്ന് റെയിൽവേയുടെ ചീഫ് എഞ്ചിനീയർ തന്നെ ഉറപ്പാക്കുന്നുണ്ട്. റെയിൽവേയുടെ ദക്ഷിണ മേഖല ഡിവിഷൻ മാനേജറും ഉറപ്പാക്കുന്നുണ്ട്. റെയിൽവേയുടെ ടണൽ, റെയിൽവേക്ക് പ്രത്യേകമായ ഒരു ടണലുണ്ട്. റെയിൽവേയുടെ ട്രെയിൻ കഴുകുന്നതും വൃത്തിയാക്കുന്നതും പ്ലാറ്റ്ഫോം വൃത്തിയാക്കാനും ഉൾപ്പെടെയുള്ളതെല്ലാം റെയിൽവേക്ക് അഴുക്ക് വെള്ളം ഒഴുകി വിടാൻ പ്രത്യേക ടണലുണ്ട്. അതിലേക്ക് വെള്ളം മാത്രമേ ആമയിഴഞ്ചാൻ തോടിലേക്ക് ഒഴുകി വരുന്നുള്ളൂ. ബാക്കി അവിടെ അവർ ഷീൽഡ് ഒരു സംവിധാനം വെച്ചിട്ടാണ് ബാക്കി വരുന്ന കപ്പുകളായിരുന്നാലും ബോട്ടിലുകളായിരുന്നാലും ഈ ലേസിന്റെ പാക്കറ്റ് ഉൾപ്പെടെയുള്ള കട്ടിയുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം ഈ ഷീൽഡിൽ വന്നിങ്ങനെ അടിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അത് ഒരു കാരണവശാലും ആമയിഴഞ്ചാൻ തോടിലേക്ക് പോവില്ല എന്ന് റെയിൽവേ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അവരുടെ ഈ വെള്ളം അവർ വെള്ളം വീണ്ടും പ്രത്യേക ടണൽ വഴി മെഷീനിലേക്ക് കൊണ്ടുപോയി അതിനെ റീപ്യൂരിഫൈ ചെയ്തിട്ടാണ് അവർ വീണ്ടും അത് ഉപയോഗിക്കുന്നത്. പ്ലാസ്റ്റിക്കുകളും ശേഖരിക്കാൻ വേണ്ടി പ്രത്യേക ടീമിനെ റെയിൽവേ കരാർ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരിത് കൊണ്ടുപോയിട്ടാണ് പ്ലാസ്റ്റിക് അവർ റീയൂസ് ചെയ്യേണ്ട രീതിയിലേക്ക് പ്രോസസ്സിംഗിലേക്ക് അവർ കൊണ്ടുവരുന്നത്. അത് റെയിൽവേ വ്യക്തമാക്കിയതാണ്. അതിന്റെ ഒക്കെ ഉദ്ഘാടനത്തിന് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള വകുപ്പ് മന്ത്രിമാര് റെയിൽവേ വിളിച്ചതാണ്. എന്നിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതൊന്നും അറിയാതെ ഇപ്പോഴും ഒരു വ്യക്തി ആമയിഴഞ്ചാൻ തോടിൽ മരണം നടന്നിട്ടും ഇതൊന്നും സർക്കാരിന്റെ കുറ്റമല്ല, റെയിൽവേയുടെ കുറ്റമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചെയ്തൊരു വഴിയാണ്.